പലർക്കും വലിയ അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹത്തോടു കൂടി തന്നെ വന്നവരാണ്. ആദ്യത്തെ ഒരു 3-4 മീറ്റിങ്ങുകളിൽ മിനിസ്റ്റർ ആയതിനു ശേഷം ഉടനെയുള്ള ഒരു 3-4 മാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തോളമോ നിരന്തര മീറ്റിങ്ങുകൾ ഞാനുമായിട്ട് നടത്തിയ ധാരാളം മിനിസ്റ്റർമാരുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ ഒരു ആവേശം എത്രയായിരുന്നു ഞാൻ ഓർക്കുക. 2ാം വർഷം ആയപ്പോഴത്തേക്ക് ആ ആവേശം കുറച്ച് കുറഞ്ഞു. പിന്നെ 3ാം വർഷം ആകുമ്പോഴത്തേക്ക് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നടപ്പാക്കാൻ വലിയ പ്രതിസന്ധികൾ ആ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിലും മറ്റ് സംവിധാനങ്ങളിലും തടസ്സങ്ങളിലും പിന്നെ കുറേയൊക്കെ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകളും നെഗറ്റിവിറ്റിയും എല്ലാം ചേർത്ത് ഒരു 2.5 കൊല്ലം കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഏത് മുന്നണി ആയാലും ഭരണത്തിലേക്ക് വരുന്നവരെ നിരാശപ്പെടുത്തി അവരുടെ മാനസിക ആത്മവിശ്വാസമൊക്കെ തകർത്ത് അവർ ഒരു മൂലയ്ക്ക് ഇരുത്തുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. അത് വ്യക്തിപരമായി ഈ പറഞ്ഞ പല മിനിസ്റ്റേഴ്സും വളരെ സ്വപ്നങ്ങളുള്ള വളരെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന അവരുടെ വകുപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പലവിധ പ്രശ്നങ്ങൾ അവരെ പിന്നോട്ട് നയിക്കുന്നുണ്ട്. അവിടെ ആ ഗവൺമെന്റിനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഭരണ സംവിധാനം